ഹലോ, എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് മിലീന ഫ്രം ലേൺ വൈസ്. ഇപ്പൊ നമ്മുടെ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറിന്റെ ആദ്യത്തെ യൂണിറ്റ്, പ്രീ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. ഈ യൂണിറ്റ് കുറച്ച് വലുതായത് കൊണ്ട് തന്നെ നമ്മൾ 2 പാർട്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ പാർട്ടിന്റെ ക്ലാസ് ആയിരിക്കും ഇത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേപ്പർ എന്ന് പറയാൻ കാരണം കുങ്കും മാമും രാജൻ ഗുരുക്കളൊക്കെ എഴുതിയ പേപ്പറാണ്. നമ്മുടെ ഈ ഒരു പേപ്പറിന്റെ, അതായത് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു അടിത്തറ ഇടുന്ന ഒരു പേപ്പർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പേപ്പറിൽ നമ്മൾ മെയിൻലി നോക്കുന്നത് പ്രീ സ്റ്റേറ്റ് എന്ന് പറയുന്ന അവസ്ഥ. പ്രീ സ്റ്റേറ്റ് എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഈ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. അതായത് ഒരു രാഷ്ട്ര രൂപീകരണത്തിന് മുമ്പുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇമാജിനേഷൻ, അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഐഡിയ രൂപപ്പെട്ട് വരുന്നത് വരെയില്ല അത്തരം കാര്യങ്ങളാണ് ആ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത്. കുറച്ച് വലിയ ചാപ്റ്റർ ആണ്, സിമ്പിൾ ആണ്, പക്ഷെ ആദ്യ വായനയിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. എന്നാൽ പിന്നീട് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ വായിക്കുമ്പോൾ, അതും ഈ ഒരു ലേണിംഗ് മെറ്റീരിയലും PPTയും ഒക്കെ വെച്ച് വായിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് പ്രീ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളൊരു അടിത്തറ ഇടുന്ന ഒരു യൂണിറ്റ് തന്നെയാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. പക്ഷെ അതിനു മുന്നേ ഒരു ചോദ്യം ചോദിക്കാന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, അത് എപ്പോഴാണ് രൂപപ്പെട്ട് വന്നത്? അല്ലെങ്കിൽ ആ ഒരു ഐഡിയ രൂപപ്പെട്ട് വരാൻ, അല്ലെങ്കിൽ രാഷ്ട്രം ഫോം ചെയ്ത് വരാനായിട്ട് കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? അതൊന്ന് ചിന്തയിലേക്ക് വിടുകയാണ്. കാരണം നമ്മൾ വെറുതെ ക്ലാസ് എടുത്ത് പോകുന്നതിലും നല്ലതല്ലേ ഒരു ഡയലോഗ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെയും കൂടെ ഇൻപുട്ട് ഇട്ടുകൊണ്ട് പഠിച്ചു പോകുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് വളരെ ഈസി ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് എടുത്ത് ഒന്ന് ആലോചിക്കുക, നമ്മുടെ സ്റ്റേറ്റ് രൂപീകരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിന്റെ ഫോർമേഷനിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെ ആയിരിക്കാം? അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്ന ഒന്നാണോ, അത് പെട്ടെന്ന് ഉണ്ടായി വന്ന ഒന്നാണോ? അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ വളരെ രസകരമായിട്ടാണ് തുടങ്ങുന്നത്. സ്റ്റേറ്റിനെ കുറിച്ച്, രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മുടെ സ്കോളേഴ്സ് ഒരുപാട് ഡിബേറ്റ്സിലൂടെയും ഡിസ്കഷൻസിലൂടെയും ഒക്കെ കടന്നുപോയിക്കൊണ്ടാണ് ഈ ഒരു രാഷ്ട്രത്തിന്റെ രൂപീകരണം, ഒരു സ്റ്റേറ്റ് ഫോർമേഷൻ എങ്ങനെയാണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം അവര് ഒരുപാട് ഡിസ്കഷനും ഡിബേറ്റ്സിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന്, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ ഒരു ആൻസർ കൊടുത്തുകൊണ്ട് നമുക്ക് ഒതുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററോ ഒരു ടോപ്പിക്കോ ഒന്നുമല്ല. അപ്പൊ സ്കോളേഴ്സ് ഹാവ് spent great deal of time in understanding how states emerged in early India. ഏർലി ഇന്ത്യയിൽ സ്റ്റേറ്റ്സ് എങ്ങനെ എമേർജ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് സ്കോളേഴ്സ് ഒരുപാട് ഡിസ്കഷൻസിലും ഡിബേറ്റ്സിലും എൻഗേജ്ഡ് ആയിട്ടുണ്ട്. ഒരുപാട് സമയം അതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും അതിന്റെ ആൻസർ ഡിബേറ്റബിൾ ആയിട്ട് കിടക്കുന്ന ഒരു ആൻസർ ആണ്. സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ നമുക്ക് യൂണിവേഴ്സൽ ആയിട്ടുള്ള, എല്ലാവരുടെയും ഒരുപോലെ കാണപ്പെടുന്ന, എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള ഒരു ഘടകമായിട്ടോ ഒരു ഫാക്ട് ആയിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷെ സ്റ്റേറ്റിനെ നമ്മൾ എപ്പോഴും ചേർത്ത് വെക്കുന്നത് ക്ലാസ് സ്ട്രക്ചേർഡ് സൊസൈറ്റീസ് ആയിട്ടാണ്. അതായത് സ്റ്റേറ്റ് എല്ലാ കാലത്തും ഇല്ലായിരുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ സ്റ്റേറ്റ് ഉണ്ടായി വരുന്നത് എപ്പോഴാണെന്നാണ് നമ്മൾ പറയുന്നത്? സ്റ്റേറ്റ് ഉണ്ടായി വരുന്നത് ക്ലാസ് സ്ട്രക്ചേർഡ് സൊസൈറ്റീസിന്റെ വരവിലൂടെ ആണ് എന്നാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. ക്ലാസ് സ്ട്രക്ചേർഡ് സൊസൈറ്റീസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും രീതിയിൽ വേർതിരിവുകളുള്ള, അത് നമ്മളെല്ലാവരും ഒന്നല്ലാത്ത, നമ്മുടെ ഇടയിൽ വ്യത്യസ്തതകളുള്ള, ഹയറാർക്കീസ് ഇല്ല, വലിയവൻ ചെറിയവൻ എന്നുള്ള രീതിയിൽ ഹയറാർക്കീസ് ഉള്ള, ഡിഫറെന്റ് ക്ലാസ്സുകളായിട്ട് തിരിച്ച, അതായത് ഹൈ ക്ലാസ്, ലോ ക്ലാസ് എന്നുള്ള രീതിയിൽ ക്ലാസ്സുകളായി തിരിച്ച, അവർക്കെല്ലാം ഡിഫറെന്റ് പ്രിവിലേജസ് ഉള്ള ആ ഒരു സമൂഹത്തെയാണ് നമ്മൾ ക്ലാസ് സ്ട്രക്ചേർഡ് സമൂഹം എന്ന് പറയുന്നത്. അത്തരം വേർതിരിവുകളുള്ള സമൂഹത്തിലാണ് സ്റ്റേറ്റ് ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി തന്നെ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അതിന്റെ അർത്ഥം പ്രീ സ്റ്റേറ്റ് അവസ്ഥയിൽ, അതായത് സ്റ്റേറ്റിന് മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇഗാലിറ്റേറിയൻ ആയിരുന്നു. അതായത് മോർ ഓർ ലെസ് ഈക്വൽ ആയിട്ടുള്ള, സ്ട്രാറ്റിഫിക്കേഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു പ്രീ സ്റ്റേറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും
പ്രീ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്കുള്ള ഒരു മാറ്റമാണല്ലോ നമ്മൾ കാണുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കമ്മ്യൂണിറ്റീസ്, അത് കുഞ്ഞു കുഞ്ഞു നാടുവാഴികളുടെ, കുഞ്ഞു കുഞ്ഞു ചീഫ്സിന്റെ, കുഞ്ഞു കുഞ്ഞു കമ്മ്യൂണിറ്റീസിൽ നിന്ന് വലിയ വലിയ കിങ്ഡംസിലേക്ക് മാറി മാറി മറിയുന്ന ആ ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻസ്, ആ ഒരു സംഭവത്തിന്റെ ആ ഒരു ട്രാൻസിഷൻ മനസ്സിലാക്കിക്കൊണ്ടാണ്, അത് ചെറിയ ചീഫ്ഡംസിൽ നിന്ന് വലിയ കിങ്ഡംസിലേക്കുള്ള ട്രാൻസിഷൻ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ആ ഒരു മാറ്റം, പ്രീ സ്റ്റേറ്റിൽ നിന്ന് ആ സ്റ്റേറ്റിലേക്കുള്ള ഒരു മാറ്റം നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിലൂടെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം. അവസാനത്തെ കീ പോയിന്റ് എന്ന് പറയാം, അവസാനത്തെ അല്ല, ഈ ഒരു സ്ലൈഡിൽ അവസാനത്തെ കീ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫോർമേഷൻ ലൈസ് ഇൻ അനലൈസിംഗ് ദ നേച്ചർ ഓഫ് സൊസൈറ്റി സോഷ്യൽ ഓർഗനൈസേഷൻ എന്നാണ്. അതായത് സ്റ്റേറ്റിന്റെ ഫോർമേഷനെ നമ്മൾ എപ്പോഴും ആ ഒരു സമൂഹത്തിന്റെ ഘടകങ്ങളായിട്ട്, സമൂഹം എങ്ങനെയാണോ ഓർഗനൈസ്ഡ് ആയിരിക്കുന്നത്, സമൂഹത്തിന്റെ സ്ട്രക്ചർ എന്താണോ അതുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ, പക്ഷെ സമൂഹത്തിന്റെ സാമൂഹ്യമായിട്ടുള്ള ഘടകങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടല്ലാതെ ആ ഒരു സ്റ്റേറ്റ് ഫോർമേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അവിടെയും നിർണായകമായി വരുന്നത് ക്ലാസ് സ്ട്രക്ചർഡ് ആയിട്ടുള്ള സൊസൈറ്റി ആണോ, അത് ക്ലാസ് ഈക്വൽ ആയിട്ട്, അത് എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള സൊസൈറ്റി ആണോ എന്നുള്ള ഒരു കാര്യമാണ് അവിടെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പ്രീ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ ആദ്യമായിട്ട് നടക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. പല ഘടകങ്ങളും കൊണ്ട് നോർത്ത് ഇന്ത്യയിലാണ് ആദ്യമായിട്ട് ആ ഒരു ട്രാൻസിഷൻ, ആ ഒരു സ്റ്റേറ്റ് ഫോർമേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതൊന്നും കൂടി സ്ലോ പ്രോസസ് ആയിരുന്നു, വളരെ പതുക്കെ നടന്നിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് ഫോർമേഷനിലേക്ക് നയിച്ചിട്ടുള്ള ചെറിയ ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കാം, എന്തൊക്കെ കൊണ്ടായിരിക്കാം സ്റ്റേറ്റ് ഫോർമേഷൻ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ഫോർമേഷനിലേക്ക് നയിച്ചിട്ടുള്ള ചില ഘടകങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കാസ്റ്റ് സിസ്റ്റം ആൻഡ് സ്റ്റേറ്റ് ഫോർമേഷൻ, കാസ്റ്റ് സിസ്റ്റത്തിലൂടെ സ്റ്റേറ്റ് ഫോർമേഷൻ നടക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തെ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ആൻഡ് പവർ എന്ന് പറയുന്ന പോയിന്റ്, പിന്നീട് പെസന്റ് ഇക്കോണമി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, പിന്നീട് പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് റിസോഴ്സ് സ്കേസിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, പിന്നീട് സോഷ്യോ കൾച്ചറൽ ഹെട്രോജിനിറ്റി വരുന്നുണ്ട്, പിന്നെ അർബനൈസേഷൻ ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന പോയിന്റ് വരുന്നുണ്ട്. കാസ്റ്റ് സിസ്റ്റം ആൻഡ് സ്റ്റേറ്റ് ഫോർമേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് ഏറ്റവും അധികം കാണുന്നത് ആ ഒരു നോർത്ത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു പോയിന്റിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതായത് നോർത്ത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ ഒരു കാസ്റ്റ് സിസ്റ്റം, ഒരു വർണ്ണ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരികയും ബ്രാഹ്മിൻ, ക്ഷത്രിയ, വൈശ്യാസ് എന്ന് പറയുന്ന ആ ഒരു പിരമിഡ്, ആ ഒരു ഹയറാർക്കി ഫോം ചെയ്ത് വരികയും ചെയ്യുന്ന ആ ഒരു സമയത്താണ് ആ ഒരു സ്റ്റേറ്റിന്റെ ഒരു ഫോർമേഷൻ, ആ ഒരു ഡിഫറൻസുകൾ വന്നതുകൊണ്ട് തന്നെ അതൊരു സ്റ്റേറ്റിന്റെ ആ ഒരു രാഷ്ട്രത്തിന്റെ ആ ഒരു രാഷ്ട്രാധികാരത്തിന്റെ ഒക്കെ ആ ഒരു ഫോമിലേക്കൊക്കെ നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് വരുന്നത്. എന്നാൽ ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിന്റെ രൂപീകരണം സൗത്ത് ഇന്ത്യയിലെ വളരെ പതുക്കെ നടന്നത് കൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിന്റെ ആ ഒരു ഫോർമേഷൻ, സ്റ്റേറ്റ് ഫോർമേഷൻ വളരെ പതുക്കെ ആയിരുന്നു എന്ന് നമുക്ക് കാണാം. പിന്നീട് വരുന്ന പോയിന്റ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ആൻഡ് പവർ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഡിഫറൻസസ് ഉള്ള ഒരു സമൂഹത്തിൽ, ഹൈറാർക്കീസ് ഉള്ള സമൂഹത്തിൽ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലേ. കോൺഫ്ലിക്ട് എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളാണ്, വഴക്കുകളെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ, അത്തരം ടെൻഷൻസ് സമൂഹങ്ങൾ തമ്മിൽ ഉണ്ടാകുമ്പോൾ ഇതിനെല്ലാം ഒന്ന് പരിഹരിക്കാനായിട്ട് ഒരു സെന്റർ അതോറിറ്റിയുടെ അല്ലെങ്കിൽ ഒരു പവറിന്റെ ആവശ്യമുണ്ടല്ലേ. അപ്പൊ ഇതും സ്റ്റേറ്റിന്റെ ആ ഒരു ഫോർമേഷനിലേക്ക് നയിച്ച മറ്റൊരു ഘടകമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് വരുന്ന പെസന്റ് ഇക്കോണമിയാണ്. ഇക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്സിനെ കുറിച്ചെല്ലാം നമ്മൾ പിന്നീട് പഠിക്കും. അതായത് ഹൗസ് ഹോൾഡിംഗ് ഇക്കണോമി എന്നൊക്കെ പറയുന്ന കുറെ ടോപ്പിക് ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഒരു ഇക്കണോമിയിൽ വരുന്ന മാറ്റങ്ങളിലൂടെയും സ്റ്റേറ്റ് ഫോർമേഷനിലേക്ക് നയിക്കാം. ആ ഒരു ഡിഫറൻസിയേഷൻ, ഇക്കണോമിക് ഡിഫറൻസിയേഷൻസ് വരുന്നുണ്ട്. അതായത് ഇക്കണോമിയിൽ വരുന്ന മാറ്റം, സാമ്പത്തികമായിട്ട് വരുന്ന മാറ്റം, സാമ്പത്തിക സ്ട്രക്ചറിൽ വരുന്ന മാറ്റം പലതരത്തിലുള്ള വേർതിരിവുകളിലേക്ക് നയിക്കുന്നുണ്ട്. അതും സ്റ്റേറ്റിന്റെ ഫോർമേഷനിലേക്ക് നയിച്ച മറ്റൊരു ഘടകമായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് റിസോഴ്സ് സ്കേർസിറ്റി, നമ്മുടെ പോപ്പുലേഷൻ, നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഒരുപാട് കൂടുകയും അതിന്റെ ഒപ്പം നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളുടെ, നമ്മുടെ റിസോഴ്സസിന്റെ ആ ഒരു ഉയർച്ച അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സംഖ്യ കുറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ, പര്യാപ്തമായിട്ടുള്ള രീതിയിൽ റിസോഴ്സുകൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ അവിടെയും ഒരു പ്രശ്നം ഉണ്ടാവുകയും അതിലൊരു ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ, അവിടെ ഒരു പ്രശ്ന പരിഹാരത്തിനായിട്ട് ഒരു സ്റ്റേറ്റിന്റെ ആവശ്യം വരികയും ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിലും സ്റ്റേറ്റ് ഫോർമേഷന്റെ ആ ഒരു കാരണമായിട്ട് നമുക്ക് ആ ഒരു സന്ദർഭത്തെയും കാണാനായിട്ട് സാധിക്കും.
സോഷ്യൽ കൾച്ചറൽ ഹെട്രോജിനിറ്റി നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വ്യത്യസ്തതകളാണ്, സോഷ്യലിയും കൾച്ചറലിയും ഉള്ള ഒരു വ്യത്യസ്തതകളാണ്. ആ ഒരു വ്യത്യസ്തതകൾ നമ്മൾ വ്യത്യസ്തരായിരിക്കുന്നത് കൊണ്ട് നമ്മളെ ഒന്നിച്ചു നിർത്താനായിട്ട് ഒരു അതോറിറ്റിയുടെ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. അതിന്റെ ഒപ്പം തന്നെ അർബനൈസേഷന്റെ, നമ്മുടെ നഗരവൽക്കരണത്തിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടും, ട്രേഡിന്റെ, നമ്മുടെ എന്താ പറയാ വ്യാവസായികമായിട്ടുള്ള ഒരു ട്രേഡ് ആൻഡ് കമേഴ്ഷ്യൽ ഡെവലപ്മെന്റ്സ് കൊണ്ടും സ്റ്റേറ്റ് ഫോർമേഷൻ നടക്കാം എന്നുള്ളതാണ് മറ്റൊരു point. അപ്പൊ സ്റ്റേറ്റ് ഫോർമേഷൻ നമ്മൾ കണ്ടു, നമ്മളൊരു ഇൻട്രൊഡക്ഷനും കണ്ടു. നമുക്കിനി സോഴ്സുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. സോഴ്സുകള് ഹിസ്റ്ററിക്ക് ഇമ്പോർട്ടന്റ് ആവാൻ കാരണം, നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നത് നമുക്ക് ഒരിക്കലും ഇമാജിനേഷൻസിലൂടെ പഠിക്കാൻ പറ്റത്തില്ല അല്ലെ. പണ്ട് കാലത്ത് ഇങ്ങനെ ആയിരിക്കാം എന്ന് നമുക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഈ ഒരു ഫാക്ട് വെച്ചിട്ട് ഇങ്ങനെ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതായത് ഇമാജിനേഷൻസിലൂടെ ഇമാജിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഹിസ്റ്ററി വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ സോഴ്സസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ കാരണം, നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന ഒരിക്കലും ഇമാജിനേഷൻസിലൂടെ അല്ല അല്ലെ. നമ്മൾ ലിറ്ററേച്ചർ എഴുതുന്ന പോലെ നമ്മുടെ ഇമാജിനേഷൻ ഉപയോഗിച്ചുകൊണ്ട്, ഭാവന ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഹിസ്റ്ററി എഴുതാനായിട്ട് പറ്റത്തില്ല. നമ്മൾ വ്യക്തമായിട്ടുള്ള ഫാക്ട്, ഒരു അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പിടിച്ചു കയറിക്കൊണ്ട് ഹിസ്റ്ററി എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വസ്തുതയെ അല്ലെങ്കിൽ ഒരു ഫാക്ടിനെ പഠിക്കുമ്പോൾ അതിന് പിന്നിലുള്ള സോഴ്സസ് എന്താണെന്നും ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീ സ്റ്റേറ്റിൽ നിന്നുള്ള സ്റ്റേറ്റിലേക്ക് ആ ഒരു ട്രാൻസിഷൻ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഴ്സുകളെയും നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. 3 സോഴ്സുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ആദ്യത്തെ ഹാരപ്പൻ സോഴ്സ്, രണ്ടാമത്തെ വേദിക് സോഴ്സുകൾ, മൂന്നാമത്തെ ആർക്കിയോളജിക്കൽ സോഴ്സുകൾ. നമ്മൾ ഹാരപ്പൻ സോഴ്സസിലേക്ക് വരുവാണെങ്കിൽ, ഹാരപ്പൻ സോഴ്സിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഹാരപ്പൻ പീരീഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എഴുതപ്പെടാത്തൊരു ചരിത്രമാണല്ലേ ഹാരപ്പൻ ചരിത്രം എന്ന് പറയുന്നത്. എന്നാൽ ഹാരപ്പൻ ആ ഒരു കൾച്ചറിനെ നമ്മൾ എടുത്ത് നോക്കുകയാണ് എങ്കിൽ, ഹാരപ്പൻ സോഴ്സുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാനായിട്ട് കാരണം, നമ്മുടെ ഹാരപ്പൻ പീരീഡ് മുതലേ ഒരു സ്റ്റേറ്റ് ലൈക്ക് ആയിട്ടുള്ള, രാഷ്ട്രത്തിന്റെ ആ ഒരു സ്റ്റേറ്റിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം നമുക്ക് ആ ഒരു ഹാരപ്പൻ പീരീഡിൽ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. എന്നാൽ ഹാരപ്പൻ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എടുത്ത് പരിശോധിക്കാനായിട്ട് പര്യാപ്തമായ സോഴ്സുകൾ കുറവാണ്. കാരണം ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള സോഴ്സുകളും ഒക്കെ മാത്രമേ ഉള്ളൂ. എന്നാൽ റിട്ടൺ ആയിട്ടുള്ള, എഴുതപ്പെട്ടിട്ടുള്ള സോഴ്സുകൾ ഹാരപ്പൻ സിവിലൈസേഷനോട് ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. കാരണം നമുക്കറിയാം ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഇതുവരെയും ഡിസൈഫർ ചെയ്തിട്ടില്ല. അവർ എഴുതിയിരിക്കുന്ന എന്താണെന്ന് നമുക്ക് ഇതുവരെയും വായിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ റിട്ടൺ സോഴ്സുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹാരപ്പൻ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഹാരപ്പൻ സോഴ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിൽ അതിന് അതിൻ്റെതായ ഒരു പരിമിതി ഉണ്ട്, അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ് മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ഹാരപ്പൻ സിവിലൈസേഷൻ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് അതിന്റെ പരിമിതികൾ നിന്നുകൊണ്ട് മാത്രമേ അതിന്റെ ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ ഒക്കെ നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പരിശോധിക്കുന്ന നമ്മുടെ പരിശോധനകൾ എപ്പോഴും പൂർണ്ണമാണെന്നോ, അതാണ് സത്യമെന്നോ അതാണ് ഫാക്ട് എന്നോ നമുക്ക് പറയാനായിട്ടും സാധിക്കത്തില്ല എന്നതാണ്. അടുത്ത സോഴ്സിലേക്ക് നമുക്ക് പോകാം. വേദിക് സോഴ്സ് ആണ്. വേദിക് ടെക്സ്റ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഴുതപ്പെട്ടിട്ടുള്ള, അതായത് ലിറ്റററി ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് വേദിക് ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള സോഴ്സുകളാണ്. വേദിക് ടെക്സ്റ്റുകളിൽ വരുന്നത് ഋഗ്വേദ വരുന്നുണ്ട്, പിന്നെ ലീറ്റർ വേദാസ് ആയിട്ടുള്ള യജുർവേദ, സാമവേദ, അഥർവവേദ വരുന്നുണ്ട്. അതിനുശേഷം ബ്രാഹ്മണാസ്, ഏർലി സൂത്രാസ് എന്ന് പറയുന്ന വേദിക് ഒരു ലിറ്ററേച്ചറിൽ വരുന്ന ബ്രാഹ്മണാസും ഏർലി സൂത്രാസും നമ്മുടെ ഇമ്പോർട്ടന്റ് സോഴ്സ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ വേദാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വേദാസിൽ കൂടുതലും പ്രയേഴ്സും ചാൻസും, നമ്മളിങ്ങനെ മന്ത്രങ്ങൾ ഒരുപാടില്ലേ, അതൊക്കെയാണ് വേദാസിൽ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ബ്രാഹ്മണ സൂത്രാസിലേക്ക് വരുമ്പോഴേക്കും വ്യാഖ്യാനങ്ങളാണ്, കമന്ററീസ് ആണ് പൊതുവെ നമ്മൾ കാണുന്നത്. ഈ 2 സോഴ്സുകളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചുള്ള എഴുതപ്പെട്ടിട്ടുള്ള സോഴ്സുകളാണ് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇത് ഡയറക്ട്ലി, അതായത് നേരിട്ടൊന്നും പറയുന്നില്ല പൊളിറ്റിക്കൽ ഇവന്റ്സിനെ കുറിച്ചോ അപ്പോഴത്തെ കാര്യങ്ങളെ കുറിച്ചോ. അത് രാജാവ് ഉണ്ടായിരുന്നു, രാജാവിന് കീഴിൽ ഒരു കൗൺസിൽ ഉണ്ടായിരുന്നു, അങ്ങനെ ഒന്നും പറഞ്ഞു വെക്കുന്നില്ല. കാരണം അറിയാലേ, പ്രയേഴ്സും കമന്ററീസും ആണല്ലോ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഉള്ളിൽ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു ഐതിഹ്യങ്ങള്, മിത്തുകള്, അതിൽ അവർ ചെയ്യുന്ന റിച്വൽസ്, അവർ ആർക്കാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്, അവരുടെ പ്രയേഴ്സ്, അവരുടെ പ്രാർത്ഥനകൾ, അതിലൂടെ ഒക്കെ നമ്മുടെ അതിന്റെ ഉള്ളിൽ നിന്നെല്ലാം നമുക്ക് ചെറിയ ചെറിയ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസുകളിൽ നിന്നെല്ലാം ഈ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്തായിരുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നീട് ആർക്കിയോളജിക്കൽ സോഴ്സസ് ആണ്. ആർക്കിയോളജിക്കൽ സോഴ്സസ് ലിറ്റററി സോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മെറ്റീരിയൽ കൾച്ചറിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ആർക്കിയോളജിക്കൽ സോഴ്സസ് നമുക്ക് ഈ പറഞ്ഞ പോലെ
ഒറ്റയ്ക്ക് എടുത്ത് പരിശോധിക്കാൻ പറ്റാത്ത സോഴ്സുകളാണ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് എക്സ്കവേഷൻ ചെയ്തിട്ട് നമുക്കൊരു മൺകുടം കിട്ടിയെന്ന് വിചാരിക്കുക. ഈ ഒരു മൺകുടത്തെ നമ്മൾ നമ്മുടെ ഈ ഒരു പ്രസന്റിൽ, നമ്മുടെ ഈ ഒരു വർത്തമാന കാലത്ത് നിന്ന് നമുക്ക് ആ ഒരു മൺകുടത്തെ കാണുമ്പോൾ ചിലപ്പോൾ അത് വെള്ളം കോരാൻ അല്ലെങ്കിൽ വെള്ളം സൂക്ഷിക്കാനായിട്ട് വെച്ചിട്ടുള്ള ഒരു മൺകുടമായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയും. എന്നാൽ ആ ഒരു കാലത്ത്, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള മറ്റെന്തിനെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ആർക്കിയോളജിക്കൽ സോഴ്സസ് മാത്രം എടുത്തു നോക്കുമ്പോൾ നമ്മുടെ വർത്തമാന കാലത്ത് നമ്മുടെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ഈ ഒരു പ്രശ്നത്തെ മറികടക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കിയോളജിക്കൽ സോഴ്സസിനെ എപ്പോഴും ലിറ്ററേച്ചറുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇവ തമ്മിൽ ചേർന്ന് നിന്നുകൊണ്ട് എന്തെങ്കിലും ഫാക്ട്സ് പുറത്ത് വരുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആ ഒരു ഹിസ്റ്റോറിയൻസ് എന്നുള്ള രീതിയിൽ ഇതിന്റെ ഒരു എന്താ പറയാ ചരിത്ര രചനയിൽ നമ്മൾ ഇത്തരം സോഴ്സുകൾ ഉപയോഗിക്കുന്നത്. ഇതിനൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്, അതായത് ലിറ്ററേച്ചറും ആർക്കിയോളജിക്കൽ സോഴ്സും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ച്വൽ അനലൈസിസ് നടത്തിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് PGW കൾച്ചർ, പെയിന്റഡ് ഗ്രേ വെയർ കൾച്ചറിനെ കുറിച്ചുള്ള ഒരു പഠനം എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ കടക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പൊ PGW കൾച്ചർ, പെയിന്റഡ് ഗ്രേ വെയർ കൾച്ചർ. പെയിന്റഡ് ഗ്രേ വെയർ എന്ന് പറയുന്ന ഒരു പോട്രി, ഒരു പോട്രി ടൈപ്പിന്റെ ആ ഒരു പേര്, അത് ബേസ് ചെയ്തിട്ടാണ്, ഒരു പോട്രി ടൈപ്പ് ബേസ് ചെയ്തിട്ടാണ് PGW കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. PGW കൾച്ചറിനെ കുറിച്ചുള്ള എവിഡൻസ് കിട്ടിയിട്ടുള്ളത് പറഞ്ഞ പോലെ തന്നെ ഒരു വേദിക് ലിറ്ററേച്ചറിന്റെയും ആർക്കിയോളജിക്കൽ സോഴ്സസിന്റെയും ഒന്ന് ചേരലിലൂടെയാണ് PGW കൾച്ചറിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1000 തൊട്ട് 500 BC വരെയുള്ള കാലഘട്ടത്തിൽ ഗംഗ ആ ഒരു വാലിയിലായിരുന്നു PGW കൾച്ചർ ഉണ്ടായിരുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നത്. 100-ൽ പരം സെറ്റിൽമെന്റ്സ്, ആവാസ ആ ഒരു കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അത് പിന്നീട് വലിയ സിറ്റീസ് ആയിട്ട് വളർന്നു വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. കൗസംബിയും മധുരയും പോലുള്ള അത്തരം സിറ്റീസ് നമ്മൾ ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്ന സിറ്റീസ് ആണല്ലേ. ആ സിറ്റീസ് എല്ലാം ഈ ഒരു PGW ആ ഒരു കൾച്ചറിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന സിറ്റീസ് ആണ്. ഈ സിറ്റീസിന്റെ ഇവിടുത്തെ ലൈഫ്, ഇവിടുത്തെ ജനജീവിതം എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള ജനജീവിതമായിരുന്നു. അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടായിരുന്നു. ആനിമൽ ഹസ്ബൻഡറി, ഒരു കന്നുകാലി വളർത്തൽ, ആടിമേക്കൽ പോലുള്ള കാര്യങ്ങളിലും അവർ ഇടപെട്ടിട്ടുണ്ട്. ഹൗസിന്റെ ഒക്കെ അവരുടെ വീട് നിർമ്മാണം എന്നൊക്കെ പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനെ മണ്ണുകൊണ്ടും കമ്പ് കോലുകൾ കൊണ്ടും ഒക്കെ നിർമ്മിച്ചിട്ടുള്ള ഹൗസിംഗ് രീതികളൊക്കെയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ഇരുമ്പിന്റെ ഉപയോഗം നമുക്ക് കുറച്ച് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നിന്നുള്ള പഠനങ്ങളെല്ലാം പറയുന്നത് ഈ ഒരു പോട്രി ടൈപ്പ്, PGW എന്ന് പറയുന്ന ആ ഒരു പോട്രി ടൈപ്പ് പ്രധാനമായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത് അവിടെ ഉണ്ടായിരുന്ന ഒരു വരേണ്യവർഗം, എലീറ്റ്സ് ആയിരുന്നു എന്നുള്ള ഒരു അനലൈസിസും കൂടെ നമ്മൾ ഹിസ്റ്റോറിയൻസ് പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എലീറ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട്, ഒരു വരേണ്യവർഗം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമൂഹം, ഈ ഒരു കൾച്ചർ, സിവിലൈസേഷൻ ഒരു ചെറിയ രീതിയിൽ വേർതിരിവുകളുള്ള ഒരു സമൂഹമായിട്ട് നമുക്ക് ഇതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ആദ്യത്തെ ലിമിറ്റഡ് സ്കോപ്പ് ആണ്. അത് നമ്മൾ ഒരുപാട് വലിയ ടൈം സ്പാനും ഒരുപാട് വലിയ ജിയോഗ്രഫിക്കൽ ഏരിയയുമാണ് കവർ ചെയ്യുന്നത്. സോ ഒരുപാട് വലിയ ഒരു കാലഘട്ടം കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ വിട്ടുപോവുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സ്പെസിഫിക്കലി കാണാൻ പറ്റാതിരിക്കുക എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു സമയത്ത് നടന്നിട്ടുള്ള ബാക്കി മറ്റു കാര്യങ്ങളെ നമ്മൾ വിട്ടുപോകാനുള്ള സാധ്യത വരുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് മിസ്സിംഗ് ഇൻഫോർമേഷൻ ഫ്രം സോഴ്സസ്. നമ്മൾ വേദിക് ലിറ്ററേച്ചറും ആർക്കിയോളജിക്കൽ എവിഡൻസും ഒക്കെയാണല്ലേ നോക്കുന്നത്. എന്നാൽ ഇതില് ഉൾപ്പെടാത്ത ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഇതിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പൊ അതൊന്നും ചേർത്ത് വെച്ചില്ല എങ്കിൽ നമ്മുടെ പഠനം പൂർണ്ണമാവില്ല. പക്ഷെ അതൊക്കെ ചേർത്ത് വെക്കാനായിട്ട് ഹിസ്റ്റോറിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പരിമിതികൾ ഉണ്ട് താനും. അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ സോഴ്സുകളുടെ ആ ഒരു പരിമിതി, ആ ഒരു ലിമിറ്റേഷൻ.
മൂന്നാമത്തെ ഷിഫ്റ്റിംഗ് മീനിങ്, മൂന്നാമത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഷിഫ്റ്റിംഗ് മീനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഴയ കാലത്തെ ആ ഒരു ടെക്സ്റ്റുകളൊക്കെ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ അവർ ഉപയോഗിക്കുന്ന വാക്ക് ഒരു പക്ഷെ സെയിം വാക്കായിരിക്കാം, രാജൻ എന്നുള്ള വാക്കായിരിക്കാം അവര് പല കാലഘട്ടത്തിലും ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു കാലഘട്ടം കഴിഞ്ഞ് മറ്റൊരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും രാജൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം മാറിയിട്ടുണ്ടാവും. എന്നാൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു പരിമിതിയുണ്ട്. അതായത് ഇപ്പോ വേദകാലഘട്ടത്തിലെ രാജൻ എന്ന് പറയുന്നത് ഒരു ചീഫിനെ, ഒരു ലീഡറിനെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ പിന്നീട് വരുമ്പോഴേക്കും രാജൻ എന്ന് പറയുന്നത് കിങ്, ആ ഒരു എന്താ പറയാ രാജാവിന്റെ, ലീഡറിൽ നിന്ന് രാജാവായി മാറുകയാണ്. അപ്പൊ ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പരിമിതികളുണ്ട്. ഇത് പലപ്പോഴും മനസ്സിലായി വരണമെന്നില്ല. അപ്പൊ അതും മൂന്നാമത്തെ ഒരു പ്രശ്നമായിട്ട് നമ്മുടെ മനസ്സിലിരിക്കേണ്ട ഒരു പ്രശ്നമാണ്. അപ്പൊ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്, പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് ഈ സ്റ്റുഡൻസ് വളരെ മനോഹരമായിട്ട് ചരിത്രം എഴുതിയിട്ടുണ്ട്. നമ്മളിനി കടക്കുന്നത് ഓരോ കാലഘട്ടത്തിലേക്കുമാണ്. അതായത് ഏർലി വേദിക് കോണ്ടെക്സ്റ്റ് മുതൽ എങ്ങനെയായിരുന്നു അവിടുത്തെ പൊളിറ്റിക്കൽ, അവിടുത്തെ അവസ്ഥകള്, ജീവിതാവസ്ഥകൾ എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഇതിന് ആധാരമായിട്ടുള്ളത് നമ്മുടെ വേദിക് ലിറ്ററേച്ചർ ആണ്. നമ്മൾ ആദ്യമായിട്ട് ഏർലി വേദിക് കോണ്ടെക്സ്റ്റിൽ ഋഗ്വേദ എന്ന് പറയുന്ന ആ ഒരു വേദത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ കഴിയുന്നത്, ഋഗ്വേദത്തിൽ അടങ്ങിയിട്ടുള്ള പ്രേയേഴ്സിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഞാനിവിടെ ഒരു ഇലിസ്ട്രേഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സോഴ്സ്, നമ്മുടെ ആധാരമായിട്ട് വരുന്ന സോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഋഗ്വേദയാണ്. അതിൽ നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു കാലഘട്ടം, ആ ഒരു സമൂഹത്തിലുണ്ടായിരുന്ന ഒരു സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് പാസ്റ്ററൽ ആയിട്ടുള്ള ഒരു ഗ്രാമീണമായിട്ടുള്ള, എന്നാൽ അതിന്റെ ഒപ്പം തന്നെ കന്നുകാലി വളർത്തലിന് പ്രാധാന്യം കൊടുക്കുന്ന, ആടുമേയ്ക്കൽ പോലുള്ള ആ ഒരു കന്നുകാലി വളർത്തലിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആ ഒരു ഇക്കണോമിക് സ്ട്രക്ചറാണ് അവിടെ അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ലോർഡിന്, അവരുടെ ഒരു തലവനെ വിളിക്കുന്നത് ഗോപതി എന്നുള്ളതാണ്. ഗോപതി എന്നുള്ള വാക്കിന്റെ ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ലിറ്ററലി അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കാറ്റിലിന്റെ, കന്നുകാലികളുടെ സംരക്ഷകൻ എന്നാണ്. അതായത് അവരുടെ രാജാവിനെ ഗോപതി എന്ന് വിളിക്കുന്നു. ആ ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് കന്നുകാലികളുടെ സംരക്ഷകൻ എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് കന്നുകാലികൾ, കാറ്റിൽ എന്ന് പറയുന്നത് ആ ഒരു സമൂഹത്തില് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നു, ആ ഒരു സമൂഹത്തില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആയിരുന്നു കന്നുകാലികൾ, കാറ്റിൽ എന്ന് പറയുന്നത് എന്നാണ് നമുക്ക് ഈ ഒരു ഇന്റർപ്രിട്ടേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. മറ്റൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത് പോസ്റ്റ് ഡ്രോൺ ചാരിയോട്ട്, അതായത് രഥമുണ്ടല്ലോ, കുതിര വലിക്കുന്ന ഒരു രഥം, രഥം നമ്മൾ കാണുന്നുണ്ട്. അത് ഒരു പവറിന്റെ സിമ്പൽ ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഋഗ്വേദയിലെ പ്രാർത്ഥനകളിൽ നിന്നും ആ ഒരു പ്രേയേഴ്സിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് കമ്മ്യൂണിറ്റീനെ, ആ ഒരു സമൂഹത്തെ മുഴുവൻ വിളിക്കുന്നത് വിസ് എന്നുള്ള വാക്കിൽ നിന്നാണ്. വാക്കാണ് ആ കമ്മ്യൂണിറ്റീനെ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെ തലവനെ വിളിക്കുന്നത് വിസ്പതി എന്നുള്ള വാക്കുകൊണ്ടാണ്. എന്നാൽ ഈ വിസ്പതി എന്നുള്ള വാക്കിന്റെ ആ ഒരു പോപ്പുലാരിറ്റി, ആ ഒരു ജനകീയത പിന്നീട് എന്താ പറയാ, ആ ഒരു ലേറ്റർ വേദിക് ഏജ് ആയപ്പോഴേക്കും നമുക്ക് ഇല്ലാതായി മാറുന്നതായിട്ട്, അത് ഇല്ലാതായി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ വിസ്പതി എന്നുള്ള വാക്കിന്റെ ഒപ്പം തന്നെ വിസ്പതിനി എന്നുള്ള ഒരു വാക്കും നമ്മൾ കാണുന്നത്. അതായത് ഒരു ജെൻഡർ, ഒരു സ്ത്രീലിംഗത്തെ പ്രതിനിധീകരിക്കാനായിട്ട് വിസ്പത്നി എന്നുള്ള വാക്കും കൂടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ നമുക്കൊരു ചോദ്യം മുന്നോട്ട് വെക്കാനുള്ളത്, ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്ത്രീകളും ലീഡേഴ്സ് ആയിട്ട്, കമ്മ്യൂണിറ്റിയുടെ ലീഡേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കൂടെ നമുക്ക് മുന്നോട്ട് വെക്കാനായിട്ട് സാധിക്കുമല്ലേ. അപ്പൊ ആ ഒരു ചോദ്യം മുന്നോട്ട് വെക്കുകയാണ്. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് രാജ എന്ന് പറയുന്ന ഒരു ടൈറ്റിലും കാണുന്നുണ്ട്, രാജിനി എന്ന് പറയുന്ന സ്ത്രീലിംഗവും അതിന്റെ ഒപ്പം കാണുന്നുണ്ട്. ഇതിന്റെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്ന വിസ്പതി, വിസ്പത്നി, രാജ, രജനി എന്ന് പറയുന്ന വാക്കുകൾ അവിടുത്തെ ലീഡേഴ്സിനെ, ചീഫ്സിനെ, തലവന്മാരെ ഡിനോട്ട് ചെയ്യാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഗോഡ്സിനെയും ഗോഡസുകളെയും ഡിനോട്ട് ചെയ്യാൻ കൂടെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തുവെക്കും.
ഇനി ലേറ്റർ വേദിക് പീരീഡിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ വേദിക് ആ ഒരു സംസ്കാരം നോക്കിയപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംസ്കാരമായിരുന്നല്ലോ. പാസ്റ്ററൽ ഇക്കണോമി ആയിരുന്നു, കാറ്റൽ ആയിരുന്നു ഇമ്പോർട്ടന്റ് റിസോഴ്സ്. അതിന്റെ ലീഡർഷിപ്പ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഗോപതി എന്ന് പറയുന്ന തലവൻ, അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു തന്നെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു. എന്നാൽ ലേറ്റർ വേദിക് സൊസൈറ്റിയിലേക്ക് എത്തുമ്പോഴേക്കും ഒന്നും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഫോം ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് വലിയ വലിയ റിച്വൽസ് ഒക്കെയുള്ള, വലിയ വലിയ എന്താ പറയാ ആർഭാടങ്ങളുള്ള, റിച്വൽസ് ഉള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ റിലേഷൻസ് ഉള്ള ഒരു സമൂഹമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഈ സമൂഹത്തിന്റെ ഇമ്പോർട്ടൻസ്, ഈ ഒരു സമൂഹത്തിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചർ ആയിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ബ്രാഹ്മണ ആൻഡ് ക്ഷത്രിയാസിന്റെ ഡെവലപ്മെന്റ് ആണ്. അവരുടെ ആ ഒരു ഡോമിനേഷൻ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് നമുക്ക് ഈ ഒരു ലേറ്റർ വേദിക് സെനാരിയോയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം, അതെന്താണെന്ന് നമുക്കൊന്ന് കാണാം. ലേറ്റർ വേദിക് പീരീഡിൽ വർണ്ണ സിസ്റ്റത്തെ കുറിച്ചുള്ള ഒരുപാട് റെഫറൻസുകൾ വരുന്നുണ്ട്. ആ ഒരു വർണ്ണ സിസ്റ്റത്തിൽ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ക്ഷത്രിയ, ബ്രാഹ്മിൺ എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി. ഇവര് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ കൊണ്ടും കോഓപ്പറേഷൻ കൊണ്ടും മാത്രമാണ്. അത് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നം, ഒരു കലഹം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിന് ആ ഒരു കലഹം കൊണ്ടും ആ ഒരു കോഓപ്പറേഷൻ, ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഐറണിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. കലഹവും നടക്കുന്നുണ്ട്, അതിന്റെ ഒപ്പം തന്നെ സഹകരണവും നടക്കുന്നുണ്ട്. ഇനി അവർ തമ്മിൽ കലഹം നടക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. അവർ തമ്മിലുള്ള കലഹം, ആ ഒരു കോമ്പറ്റീഷൻ നടക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സ്റ്റേറ്റസ്, ആരാണ് വലുത് എന്നുള്ള ചോദ്യം മുൻനിർത്തിക്കൊണ്ടാണ്. ആരാണ് വലുത് എന്നുള്ള ചോദ്യം രണ്ട് ഘടകങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. റിച്വൽ സ്റ്റേറ്റസ്, റിച്വലി ആരാണ് വലുത് എന്നുള്ളത്. അതായത് ബ്രാഹ്മിൻസ് ആണല്ലേ ഇവിടുത്തെ റിച്വൽസും എന്താ പറയാ സാക്രിഫൈസസും എല്ലാം ചെയ്യുന്നത് ബ്രാഹ്മിൻസ് ആണ്. അപ്പൊ ബ്രാഹ്മിൻസ് സാക്രിഫൈസസും റിച്വൽസും ചെയ്യുന്നത് കൊണ്ട് അവർക്കായിരിക്കാം ഒന്നും കൂടെ റിച്വലി ഒരു ഡോമിനൻസ് കൊടുക്കുന്നത്. എന്നാൽ ഈ സാക്രിഫൈസസും ഈ റിച്വൽസും എല്ലാം സ്പോൺസർ ചെയ്യുന്നത്, അതിനുവേണ്ടി കാശ് മുടക്കുന്നത് ക്ഷത്രിയാസ് ആണ്. അപ്പൊ അവിടെ ആരായിരിക്കും വലുത് എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. അതിന്റെ ഒപ്പം തന്നെ മെറ്റീരിയൽ റിസോഴ്സസ്, ബ്രാഹ്മിൻസ് ജീവിക്കുന്നത് ഡൊണേഷൻസ് കൊണ്ടാണ്. അപ്പോ ഡൊണേഷൻസ് ലഭിക്കുന്ന ഒരു വ്യക്തിയാണ് ബ്രാഹ്മണൻസ്, ഡൊണേഷൻസ് കൊടുക്കുന്ന വ്യക്തിയാണ് ക്ഷത്രിയാസ്. അപ്പൊ അവിടെ ആരായിരിക്കും വലുത് എന്നുള്ള ആ ഒരു ചോദ്യം കൂടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എന്നുള്ള ആ ഒരു എന്താ പറയുക കലഹം, ആ ഒരു കോൺഫ്ലിക്റ്റ് അവർ തമ്മിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അവരുടെ ആ ഒരു മ്യൂച്വൽ ഡിപ്പെൻഡൻസി, അവരുടെ കോഓപ്പറേഷൻ, അവരുടെ സഹകരണം വരുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. രാജാക്കന്മാർക്ക്, അതായത് രാജാക്കന്മാർ എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ക്ഷത്രിയാസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. രാജാക്കന്മാർക്ക് റിച്വൽസ് ചെയ്യാനായിട്ട് ബ്രാഹ്മിൻസിന്റെ ആവശ്യമുണ്ടല്ലേ. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്വൽസിലൂടെയാണ് രാജാക്കന്മാരുടെ പവർ ലെജിറ്റിമേറ്റ് ആവുന്നത്, അവർക്ക് പവർ കിട്ടുന്നത്, അവരൊരു രാജാവിന്റെ അധികാരം കൈയാളുന്നത് ആ ഒരു റിച്വൽസിലൂടെ ഒക്കെയാണ്. ആ ഒരു രാജാവിന്റെ ആ ഒരു അധികാരമൊക്കെ കൈയാളുന്നത് പല ആചാരങ്ങളിലൂടെയും ഒക്കെയാണ്. അപ്പോ അതിന് രാജാക്കന്മാർക്ക് ബ്രാഹ്മിൻസിന്റെ ആവശ്യം. അതുപോലെ തന്നെ ബ്രാഹ്മിൻസിന് ജീവിത ചെലവുകൾക്കായിട്ട് രാജാക്കന്മാരുടെ ക്ഷത്രിയാസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ കൊണ്ടും കോഓപ്പറേഷൻ കൊണ്ടും മാർക്ക് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏർലി വേദിക് പീരീഡിൽ നിന്ന് ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരുമ്പോഴേക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് നടക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വിസ് എന്ന് പറയുന്ന വാക്കിന്റെ ആ ഒരു മാറ്റമാണ്. വിസ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ വേദിക് പീരീഡിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റീനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ്. കമ്മ്യൂണിറ്റീനെ വിസ് എന്നുള്ള ഒരു വംശം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആ ഒരു വാക്കുകൊണ്ടാണ്, ആ ഒരു രീതിയിലാണ് വിസ് എന്നുള്ള വാക്കുകൊണ്ട് നമ്മളൊരു കമ്മ്യൂണിറ്റീനെ തന്നെ റെപ്രസെന്റ് ചെയ്തിരുന്നു വേദിക് പീരീഡിൽ. എന്നാൽ ലേറ്റർ വേദിക് പീരീഡിലേക്ക് വന്നപ്പോഴേക്കും ഈ ഒരു അർത്ഥത്തില് മാറ്റമൊന്നും വന്നിട്ടില്ല. കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അർത്ഥം തന്നെയാണ് ലേറ്റർ വേദിക് പീരീഡിലും കാണുന്നത്. എന്നാൽ അതിന്റെ പോപ്പുലാരിറ്റിയിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ബട്ട് it was popularly used as a residual category separate from brahmanas and kshatriyas എന്നാണ് പറയുന്നത്.
പറയുന്നത്. അതായത് മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാറ്റഗറി ആയിട്ട് റെസിഡ്യൂൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്ന അവശിഷ്ടം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വാക്കാണ്, എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണ്. അതായത് മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാറ്റഗറി ആയിട്ട് ബ്രാഹ്മണാസിൽ നിന്നോ ക്ഷത്രിയാസിൽ നിന്നും വേർതിരിച്ച് കാണുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വിസിനെ അവർ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. വിസ് എന്നുള്ള വാക്കിന് ഒരു മാറ്റി നിർത്തപ്പെടുന്ന കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലും കൂടെ അർത്ഥം വരാനായിട്ട് തുടങ്ങി. ഏത് പീരീഡില്? ലേറ്റർ വേദിക് പീരീഡ് ആയപ്പോൾ. ഈ വിസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വൈശ്യ എന്ന് പറയുന്ന വാക്ക്, ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി, ആ ഒരു വൈശ്യ എന്ന് പറയുന്ന വാക്ക് പോലും വരുന്നത് വിസ് എന്നുള്ള ആ ഒരു വാക്കിൽ നിന്നാണ് വൈശ്യാസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിക്ക് പേര് വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ക്ഷത്രിയാസിന്, അതായത് അവിടുത്തെ തലവന്മാര്, രാജാക്കന്മാരെന്ന് പറയുമ്പോൾ ആ ഒരു രാജാവ് എന്നുള്ള രീതിയിലല്ല നമ്മൾ കാണേണ്ടത്. രാജ എന്നുള്ള ആ ഒരു ടേം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ചീഫ്, ഒരു തലവൻ, അതിന്റെ അധികാരം കൈയാളുന്ന പൊളിറ്റിക്കൽ പവറുള്ള ഒരു വ്യക്തി, അല്ലാതെ മൊണാർക്കിക്കൽ ആയിട്ടുള്ള രാജാധികാരം എന്നുള്ള രീതിയിൽ നമ്മൾ കാണേണ്ടതില്ല. അപ്പൊ ഇവിടെ ക്ഷത്രിയാസിനെ പൊതുവെ വിളിക്കുന്നത്, അല്ലെ അവിടുത്തെ തലവന്മാരെ പൊതുവെ വിളിക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് വിസമാട്ട എന്നാണ്. വിസമാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിനെ തിന്നുന്നവർ, ഈറ്റർ ഓഫ് വിസ് എന്നാണ്. അതായത് വിസിന്റെ ആ ഒരു വിസ് എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയുടെ റിസോഴ്സുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് ഈ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ക്ഷത്രിയാസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ഒരു സമൂഹത്തിന്റെ റിസോഴ്സുകളിൽ, സമൂഹത്തിന്റെ ആ ഒരു എന്താ പറയാ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൊള്ളയടിച്ചു കൊണ്ടുവരുന്ന അവരുടെ ആ ഒരു പദാർത്ഥങ്ങളിലെല്ലാം വിസിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഷെയർ ആയിരുന്നു. എന്നാൽ പിന്നീടുള്ള ആ ഒരു സമയം, ഒരു ലേറ്റർ വേദിക് പീരീഡ് ആയപ്പോഴേക്കും വിസിന്റെ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കാറ്റഗറി ആയിട്ട് ക്ഷത്രിയാസ് മാറുന്നുണ്ട്. വിസ് എന്ന് പറയുന്ന കാറ്റഗറി ആ ഒരു എന്താ പറയാ ഷെയർ ഒന്നും ഇല്ലാത്ത, അതായത് റിസോഴ്സുകളിൽ ഷെയർ ഒന്നും ഇല്ലാത്ത ഒരു കാറ്റഗറി ആയിട്ട്, എക്സ്പ്ലോയിറ്റഡ് ആയി മാറുന്ന ഒരു കാറ്റഗറി ആയിട്ട് മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിസ് ആസ് സബോർഡിനേറ്റ് ടു രാജാസിന്റെ, ക്ഷത്രിയാസിന്റെ കീഴിലുള്ള ഒരു വിഭാഗമായിട്ട് വിസ് മാറുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ ആചാരങ്ങളും റിച്വൽസും അതിനെ തുടർന്നുള്ള ലിറ്റററി സോഴ്സുകളും എല്ലാം ഇതിനെ ഊട്ടി ഉറപ്പിക്കുന്നതായിട്ട് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ലേറ്റർ വേദിക് ഏജിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആചാരങ്ങളെല്ലാം ഒന്നും കൂടെ സങ്കീർണമാകാൻ തുടങ്ങി, അതിന്റെ നേച്ചർ ഒന്നും കൂടെ കോംപ്ലക്സ് ആകാൻ തുടങ്ങി എന്നുള്ളത്. അതായത് റിച്വൽസ് എല്ലാം ലെങ്തി ആകാൻ തുടങ്ങി. അശ്വമേധ സാക്രിഫൈസ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ വലുതായിട്ടുള്ള, ഒരു വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന രീതിയിലേക്ക് ആചാരങ്ങളുടെ ആ ഒരു ലെങ്ത് നീളാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. പിന്നീട് റിസോഴ്സ് ഇന്റൻസീവ് ആയിട്ട്, അതായത് ഒരുപാട് റിസോഴ്സുകൾ, ഒരുപാട് പണച്ചെലവുള്ള, ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് റിസോഴ്സുകൾ ആവശ്യമുള്ള ഒരു സംഭവമായിട്ട് ആചാരങ്ങൾ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അതായത് ഒരുപാട് ഭക്ഷണ വസ്തുക്കളുടെ, സാക്രിഫൈസൽ മെറ്റീരിയൽസിന് ദക്ഷിണ കൊടുക്കാൻ ഒരുപാട് വസ്തുക്കളുടെയും ഒരുപാട് പൈസയുടെയും ഒക്കെ ആവശ്യം ഉണ്ടായി വരികയാണ്. പിന്നീട് റിച്വലിന്റെ, ആചാരങ്ങളുടെ ആ ഒരു സ്റ്റേറ്റസ് തന്നെ ഒന്നും കൂടെ റിച്വലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക്, റിച്വൽസ് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ റൂളറിന്റെ, അത് രാജാവിന് അല്ലെങ്കിൽ ആ ഒരു തലവന് ഒരു എന്താ പറയാ ദൈവികമായിട്ടുള്ള ഒരു സ്റ്റേറ്റസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ടും ആചാരങ്ങളെ കാണാനായിട്ട് തുടങ്ങിയത്. അതുപോലെ തന്നെ അധികാരം കാണിക്കാനുള്ള, രാജാവിന്റെ അധികാരം ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു അവസരമായിട്ടും, അതായത് റിച്വൽസിലെല്ലാം അഭിഷേകം ചെയ്യുക, അത്തരമുള്ള കാര്യങ്ങളിലൂടെ രാജാവിന്റെ ആ ഒരു പവർ, ആ ഒരു പൊസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഒരു ഫാക്ടറായിട്ടും ആചാരങ്ങളെ കാണാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. നമ്മൾ ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരുമ്പോഴേക്കും മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് റിച്വൽസ് എല്ലാം, അവിടുത്തെ ആചാരങ്ങളെല്ലാം ഒന്നും കൂടി കോംപ്ലക്സ് ആകാൻ തുടങ്ങി എന്നുള്ളതാണ്. അതായത് വളരെ ലെങ്തി ആയിട്ട്, വളരെ നീളം ഏറിയ റിച്വൽസ് വരാനായിട്ട് തുടങ്ങി. അതായത് അശ്വമേധ സാക്രിഫൈസസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന ആചാരങ്ങളെല്ലാം അവർ കൊണ്ടുവരാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ കാണുന്നത്. പിന്നീട് അത് ഒന്നും കൂടെ റിസോഴ്സ് ഇന്റൻസീവ് എന്ന് പറയുമ്പോൾ ഒരുപാട് റിസോഴ്സുകൾ ആവശ്യമുള്ള, ഒരുപാട് ഭക്ഷണ വസ്തുക്കളായാലും സാക്രിഫൈഷ്യൽ മെറ്റീരിയൽസ് ആയാലും പൈസയായിട്ടായാലും ഒരുപാട് റിസോഴ്സസ് ആവശ്യമായിട്ടുള്ള ഒരു റിസോഴ്സ് ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു പാറ്റേണിലേക്കും റിച്വൽസ് എല്ലാം മാറുന്നതായിട്ട് നമ്മൾ കാണുന്നു.
പിന്നീട് റിച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഘടകം വരികയാണ്. അത് റിച്വൽസ്, ആചാരങ്ങൾ ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് മാത്രം ചെയ്യുന്ന ഒന്നല്ല, മറിച്ച് രാജാവിന്റെ ആ ഒരു പൊസിഷനെ ലെജിറ്റിമൈസ് ചെയ്യാനായിട്ട്, രാജാവിന് ഒരു ഡിവൈൻ പവർ, രാജാവിന് ദൈവികമായിട്ടൊരു പവർ കൊടുക്കാനായിട്ട്, രാജാവിന്റെ ആ ഒരു പൊസിഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി അതിലേക്കെല്ലാം നയിച്ചു കൊണ്ടിരുന്ന ഒരു ഘടകം കൂടിയായിരുന്നു ആചാരങ്ങൾ ഈ ഒരു ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരുമ്പോഴേക്കും. അതുപോലെ തന്നെ അതിന്റെ ഒപ്പം തന്നെ പവർ ഡിസ്പ്ലേ, രാജാവിന്റെ അധികാരം ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു അവസരമായിട്ടും ആചാരങ്ങളെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പോയിന്റ്. ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ കാണേണ്ട ഒരു റിച്വൽ സെറിമണിയാണ് രഡ്നി നംഹ വിംഷി എന്ന് പറയുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കാണ് രഡ്നി നംഹ വിംഷി എന്ന് പറയുന്ന റിച്വൽ. ഇതിനോടെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കാവുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിച്വൽ ആണ്. എക്സാമിനെല്ലാം ഒരു ഫോക്കസ് പോയിന്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു ടോപ്പിക്കും കൂടിയാണ്. ഈ ഒരു റിച്വലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാജസൂയ ആ ഒരു സാക്രിഫൈസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു റിച്വൽ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാജാവിന്റെ അല്ലെങ്കിൽ ആ ഒരു രാജാവിന്റെ പൊസിഷനിലുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ കീഴിലുള്ള 10 12 സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പേരെ ചെന്ന് കണ്ട് അവരുടെ സപ്പോർട്ട് ഗെയിൻ ചെയ്യുന്ന, ഇപ്പൊ വോട്ടൊക്കെ ചോദിച്ചു പോവില്ലേ, അതുപോലെ അവരുടെ അടുത്തേക്ക് ചെന്ന് 10 12 വിശിഷ്ട അംഗങ്ങളുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ സപ്പോർട്ട് നേടുന്ന ഒരു ആചാരമാണ് രഡ്നി നംഹ വിംഷി എന്ന് പറയുന്ന വലിയ വാക്കാണ്. അത് പറയാനും കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. രാജസൂയ സാക്രിഫൈസിന്റെ ഒരു പാർട്ടായിട്ട് വരുന്ന റിച്വൽ ആണ്. ഈ റിച്വൽ പ്രകാരം രാജാവ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ചില അംഗങ്ങളെ ചെന്ന് കാണുകയും അവരുടെ അടുത്ത് നിന്ന് സപ്പോർട്ട് ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇലക്ഷൻ നടക്കുകയാണല്ലോ, അപ്പോൾ കാൻഡിഡേറ്റ്സ് വീടുകളിൽ പോയിട്ട് അവരോട് സപ്പോർട്ട് ചോദിക്കുന്ന, അവരോട് വോട്ട് ചോദിക്കുന്ന പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വിവരിക്കാനായിട്ട് സാധിക്കും. അത് രാജാവ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു 10 12 വരുന്ന കുറച്ച് വിശിഷ്ട വ്യക്തികളുടെ അടുത്ത് പോയിട്ട് അവരുടെ സപ്പോർട്ട് ഗെയിൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ് ആണ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിച്വൽ ആണ്. ഇതില് രാജാവ് ചെന്ന് കാണുന്ന ഈ വ്യക്തികളെ പൊതുവെ വിളിക്കുന്നത് രഡ്നാസ് എന്നാണ്. രഡ്നിൻസ് എന്നും രഡ്നാസ് എന്നും വിളിക്കുന്നുണ്ട്. രഡ്നാസ് എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേഷന്റെ, ഭരണത്തിന്റെ ന്യൂക്ലിയസ് എന്നൊക്കെ പറയാവുന്ന, ഭരണത്തിന്റെ അടിത്തറ തന്നെ രഡ്നാസ് ആണ് എന്ന് നമുക്ക് പറയാം. ആ ഒരു ഭരണക്രമത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന കുറച്ച് പേരുടെ അടുത്താണ് രാജാവ് ചെന്നിട്ട് രാജാവിന് സപ്പോർട്ട് നേടുന്നത്. വളരെ വിശിഷ്ടമായിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പേരെ ചെന്ന് കണ്ടിട്ടാണ്. അപ്പൊ ഇവരാരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ ചീഫ് പ്രീസ്റ്റ് വരുന്നുണ്ട്, പുരോഹിതനാണ്. പിന്നീട് വില്ലേജ് ഹെഡ്മൻ, വില്ലേജിന്റെ ഒക്കെ തലവനായിട്ടുള്ള വ്യക്തികൾ വരുന്നുണ്ട്. ചാരിയോട്ടിയേഴ്സ് എന്ന് പറയുന്ന സാരഥികൾ, ഈ രഥം വലിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്. സേനാധിപതികൾ വരുന്നുണ്ട്. പിന്നെ റിസോഴ്സസ് ഗ്യാദർ ചെയ്യുന്ന ഒരു എന്താ പറയാ, ഉൽപ്പന്നങ്ങളെല്ലാം ഗ്യാദർ ചെയ്യുന്ന, ഒരു റിസോഴ്സ് എല്ലാം ശേഖരിച്ചു വെക്കുന്ന ഒരു വ്യക്തി, സംഗ്രഹിതർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്, അദ്ദേഹവും വരുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ രാജാവിന്റെ വൈഫ്സ്, രാജാവിന്റെ രാജാവിന്റെ പത്നിമാർ ഈ ഒരു റിച്വലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രാജാവിന്റെ പത്നിമാരെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസും കാര്യങ്ങളും, ഒരുപാട് എന്താ പറയുക, ചോദ്യങ്ങളും എല്ലാം ചരിത്രകാരന്മാര് ചോദിക്കുന്നുണ്ട്. പലരും പറയുന്നത് ആ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു വംശത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ടെറിറ്ററിയുടെ ഒക്കെ പ്രോസ്പെറിറ്റി, സമൃദ്ധി ഒക്കെ കാണിക്കാനായിട്ട്, ആ ഒരു കിങ്ഡത്തിന്റെ സമൃദ്ധി ഒക്കെ സൂചിപ്പിക്കാനായിട്ടാണ് രാജാവിന്റെ വൈഫ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, രാജാവിന്റെ പത്നിമാരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിന്റെ ഒപ്പം തന്നെ ചില റെഡ്നാസിനെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവരുടെ പേരുകൾ ലേറ്റർ ട്രഡീഷൻ, പിന്നീടുള്ള ട്രഡീഷൻസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ബാക്കിയുള്ള പേരുകൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുമ്പോഴും ഇവരുടെ ഈ കുറച്ചു പേരുടെ പേരുകൾ പിന്നീടുള്ള ലേറ്റർ ട്രഡീഷൻസിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നില്ല എന്നതാണ്. അതിൽ വരുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് ഷെയർസ് ബാഗതുഖ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് കാണുന്നുണ്ട്. അക്ഷവാപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് കാണുന്നുണ്ട്. കാറ്റിൽ സ്ലോട്ടറർ ഗോപി കാർത്തർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മെസ്സഞ്ചർ ആയിട്ടുള്ള പാലഗാല എന്ന് പറയുന്ന വ്യക്തിയുടെ പേരും കാണുന്നുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാരെയാണ് നമ്മൾ റെഡ്നീൻസ് അല്ലെങ്കിൽ റെഡ്നാസ് എന്ന് പറയുന്ന ആ ഒരു പേര് കൊണ്ട്, അംബ്രല്ല ടേം കൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്.
നമ്മള് നോർത്ത് ഇന്ത്യയിലെ ആ ഒരു പ്രീ സ്റ്റേറ്റ് അവസ്ഥകളെയും സ്റ്റേറ്റ് എന്നുള്ള അവസ്ഥയിലേക്കുള്ള ട്രാൻസിഷനിലേക്ക് ഒരു വേദിക് പീരീഡിൽ ഇങ്ങനെയാണ് ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു രൂപീകരണം, ആ ഒരു സ്റ്റേറ്റ് ഫോർമേഷന്റെ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള അവസ്ഥകൾ ഫോം ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി സൗത്ത് ഇന്ത്യയിലെ അവസ്ഥകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ ഏർലി ഹിസ്റ്റോറിക്കൽ പീരീഡ്, അത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ആ ഒരു എൻക്വയറീസിന്റെ എല്ലാം തുടക്കം കുറിക്കുന്ന പീരീഡ് എന്ന് പറയുന്നത് സംഗം ഏജ് ആണ്. സംഗം ഏജ് എന്ന് പറയുന്ന ആ ഒരു പീരീഡിന് ഈ പേര് വരാനായിട്ടുള്ള കാരണം സംഗം ലിറ്ററേച്ചർ, തമിഴ് ലിറ്ററേച്ചർ, ഹീറോയിക് പോയംസ് കുറെ ഉണ്ടായിരുന്നു. അതിന്റെ ബേസ് ചെയ്തിട്ട് ആ ഒരു തമിഴ് ഹീറോയിക് പോയംസിന്റെ ബേസ് ചെയ്തിട്ടാണ് സംഗം ലിറ്ററേച്ചർ അല്ലെങ്കിൽ സംഗം ഏജ് എന്ന് പറയുന്ന ആ ഒരു പേര് വരുന്നത്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പൊളിറ്റിക്കൽ ഫിഗേഴ്സ് ആണ് ചേരാസ്, ചോളാസ് ആൻഡ് പാണ്ഡ്യാസ്. ചേര, ചോള, പാണ്ഡ്യന്മാരെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. ചേര, ചോള, പാണ്ഡ്യാസിന്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് പണ്ടുണ്ടായിരുന്ന കൺവെൻഷണൽ ആയിട്ടുള്ള ഓൾഡ് ജനറേഷൻ സ്കോളേഴ്സ് അവരുടെ ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജഭരണം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. എന്നാൽ നമ്മൾ ഇനി വരുന്ന ആ ഒരു സ്ലൈഡ്സിലും ഇനി വരുന്ന പോർഷൻസിലും നമ്മൾ കാണും പുതിയ കാലത്തെ സ്കോളേഴ്സ് അതിനോട് യോജിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ കാണും. അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് അവരെങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ പുതിയ കാലത്തെ ഇന്റർപ്രിട്ടേഷൻസ് നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ ചേർത്ത് വെച്ചിട്ട് വായിക്കേണ്ടതായിട്ടുണ്ട്. ഇനി എപ്പോഴും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ സ്പേസിനും ടൈമിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. അത് ഏത് കാലഘട്ടത്തിലാണ്, ഏത് പ്രദേശത്തായിരുന്നു എന്നുള്ളതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത്. അപ്പൊ ചേര, ചോള, പാണ്ഡ്യാസിന്റെയും ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ ഒരു മാപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാപ്പിൽ പറയുന്ന പോലെ തന്നെ ചേരാസിന്റെ പ്രദേശം എന്ന് പറയുന്ന അവരുടെ ലൊക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു കേരളത്തിന്റെ ആ ഒരു പ്രസന്റ് ഡേ കേരളത്തിന്റെ ആ ഒരു പ്രദേശം ഉണ്ടല്ലോ, ആ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ, ആ ഒരു ടെറിറ്റോറിക്കലി ഒരു കേരളം, പ്രസന്റ് കേരളം എവിടെയാണോ ആ ഒരു പ്രദേശം തന്നെയാണ് ചേരാസും പണ്ടുകാലത്ത് ചേരാസിന്റെ ടെറിട്ടറി ആയിട്ട് ഉണ്ടായിരുന്നത്. ഒരു സൗത്ത് വെസ്റ്റ് തമിഴകമാണ് ചേരാസിന്റെ ടെറിട്ടറി ആയിട്ട് വരുന്നത്. പിന്നീട് വരുന്നത് പാണ്ഡ്യാസ്, സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് തമിഴകം. ആ ഒരു പാണ്ഡ്യാസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ കണ്ട് സൗത്ത് ഈസ്റ്റ് ആയിട്ടുള്ള ഈ പ്രസന്റ് തമിഴ്നാടുവിന്റെ ഒരു സൗത്ത് ഈസ്റ്റ് ആയിട്ടുള്ള ടെറിട്ടറി ആണ്. ചോളാസ് വരുന്ന നോർത്ത് ഈസ്റ്റ്, ഈ പ്രസന്റ് തമിഴ്നാടുവിന്റെ നോർത്ത് ഈസ്റ്റ് ആ ഒരു ടെറിട്ടറീസ് ആണ് ചോളാസ് കൈയടക്കി വെച്ചുകൊണ്ടിരുന്നത്. നമുക്കിനി ഈ 3 ഫിഗേഴ്സിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ചേരാസിലേക്ക് കടക്കുവാണ്. ചേരാസിന്റെ റൂൾ എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഇക്കോസ്ഫിയറിലാണ്. അതായത് അവരുടെ പ്രദേശം എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആയിട്ടുള്ള കുന്നും മലയും കടലും ഒക്കെയുള്ള ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഏരിയയിലായിരുന്നു അവരുടെ ഭരണം ഉണ്ടായിരുന്നത്. അവരുടെ മെയിൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് വെൽത്ത്, കാട്ടിൽ നിന്നൊക്കെയുള്ള വെൽത്ത് കൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അവരുടെ റിലീജിയനെ കുറിച്ച് പറയുമ്പോൾ വേദിക് ഇൻഫ്ലുവൻസ്, അതായത് വേദകാലഘട്ടത്തിലെ ആ ഒരു വേദിക് റിലീജിയന്റെ ഇൻഫ്ലുവൻസ്, ആ ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അതിന്റെ ഒപ്പം തന്നെ നേറ്റീവ് ആയിട്ടുള്ള കൊറവൈ, മുരുകൻ എന്ന് പറയുന്ന ദൈവങ്ങളെയും ആരാധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ പവർ എങ്ങനെയായിരുന്നു നോക്കുമ്പോൾ, അവരുടെ ഈ ഒരു ലിറ്ററേച്ചറിലെല്ലാം കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയം മുതൽ കന്യാകുമാരി വരെ ഭരിച്ചിരുന്നു എന്നൊക്കെയാണ് എന്താ പറയാ ആ ഒരു ലിറ്ററേച്ചറിലെല്ലാം കാണുന്നത്. നമുക്കൊന്നും വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. അതെല്ലാം ഒരു രീതിയിൽ ഒരു എക്സാജറേഷൻസ് ആയിട്ട് എന്താ പറയാ കൂട്ടി പറയുന്നതായിട്ടൊക്കെ നമുക്ക് വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സബോർഡിനേറ്റ് ആയിട്ടുള്ള ചീഫ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് കാണുന്നുണ്ട്. സബോർഡിനേറ്റ് ചീഫ്സ് എന്ന് പറയുമ്പോൾ അവരുടെ കീഴിൽ കുറെ നാടുവാഴികൾ പോലെ അവരുടെ കീഴിൽ ഒരുപാട് ചീഫ്സ് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആണ് വള്ളുവൻ ഓഫ് നഞ്ചിൽമല എന്ന് പറയുന്ന ഒരു ചീഫ്. അതുപോലെ തന്നെ ഇത്തരം ചീഫ്സ്, അതായത് അവരുടെ കീഴിൽ ഉണ്ടായിരുന്ന ബാക്കി ലീഡേഴ്സ്, ബാക്കി നാടുവാഴികള് അവർക്ക് ട്രിബ്യൂട്ട് പേ ചെയ്യുമായിരുന്നു. ട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ടാക്സ് സിസ്റ്റം പോലെ നോക്കിയാൽ മതി. നമ്മൾ ടാക്സ് പേ ചെയ്യുന്നു, നമുക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടുന്നു, ആ ഒരു രീതിയിൽ അവർ ട്രിബ്യൂട്ട് പേ ചെയ്യുന്നു, അവർക്ക് സംരക്ഷണം കിട്ടുന്നു എന്നുള്ള രീതിയിൽ അവർ ട്രിബ്യൂട്ട് പേ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ചേരാസിന്റെ ആ ഒരു പവറിനെ കുറിച്ചും അവരുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചും എല്ലാം ഒരു കളക്ഷൻ ഓഫ് പോയംസിൽ, അതായത് പതിരുപട്ടു എന്ന് പറയുന്ന പോയംസിൽ വിവരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇനി അവരുടെ മിലിറ്ററി എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ലിറ്ററേച്ചറിൽ പറയുന്നത് അവർക്ക് ക്ലാസിക്കൽ 4-fold ആർമി ഡിവിഷൻ ഉണ്ടായിരുന്നു. അതായത്
കാലാളുകള്, പിന്നീട് വരുന്ന ചാരിയോട്സ് വരുന്ന അങ്ങനെയുള്ള ആ ഒരു 4 ഫോൾഡ്, പിന്നെ ആന വരും, അങ്ങനെയുള്ള എന്താ പറയാ 4 ഫോൾഡ് ആർമി ഡിവിഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതൊരു പക്ഷെ എക്സാജറേഷൻസ് ആയിരിക്കാം എന്നാണ് സ്കോളേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് റൂളേഴ്സിനെ തോൽപ്പിച്ചുകൊണ്ട് ഒരുപാട് പ്രദേശങ്ങളെല്ലാം കൈയടക്കി വെച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതും ഒരുപക്ഷെ എക്സാജറേഷൻസ് ആയിരിക്കാം. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേര റൂളേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ ഉദയൻ ചേരലാതൻ വരുന്നുണ്ട്, ഇമയ വരമ്പൻ, നെടും ചേരലാതൻ വരുന്നുണ്ട്, ചെങ്കുട്ടുവൻ വരുന്നുണ്ട്, സെൽവ കാട്ടുങ്കോ വരുന്നുണ്ട്, അതുകൂട്ടു പട്ടു ചേരലാത്തൻ വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ പേരുകൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് പഠിച്ചിരിക്കണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ചോളാസിനെ നോക്കാം. ചോളാസിനെ പൊതുവെ വിളിക്കുന്നത് കാവേരി കിളവോൻ എന്നാണ്. ഇത് കാവേരിയുടെ കിളവൻ എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ ടെറിട്ടറി എന്ന് പറയുന്നത് കാവേരിയോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് നെൽകൃഷിക്കും ഷുഗർ കെയിൻ കൃഷിക്കും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതിനെല്ലാം പര്യാപ്തമായിട്ടുള്ള ഒരു പ്രദേശത്താണ് അവരുടെ ഒരു ടെറിട്ടറി ഉണ്ടായിരുന്നത്. അവർക്ക് അവരുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നോക്കുവാണെങ്കിൽ അവർക്ക് സേനാധിപതികൾ ഉണ്ടായിരുന്നു, ഏനാദീസ് എന്നായിരുന്നു അവർ വിളിച്ചുകൊണ്ടിരുന്നത്. അതിലെ മിലിറ്ററി ലീഡേഴ്സ് എന്ന് പറയുന്ന അവരിൽ കുറച്ച് പേരെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തിരുക്കുട്ടുവൻ, തിരുക്കിളി, തിരുക്കാണം എന്നൊക്കെ അറിയപ്പെടുന്ന മിലിറ്ററി ലീഡേഴ്സ് ആയിരുന്നു, സേനാധിപതികളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ കീഴിലും കുറച്ച് സബോർഡിനേറ്റ് ആയിട്ടുള്ള അവരുടെ കീഴിലും കുറച്ച് ചീഫ്സ് ഉണ്ടായിരുന്നു. അതിൽ ഇമ്പോർട്ടന്റ് ആണ് സിരുക്കുട്ടിയിലെ പാണം എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ അമ്പാറിലെ അരുവന്തായി എന്ന് പറയുന്ന വ്യക്തി. ഇതുപോലെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു വാക്കുകളുണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഡിഫറെന്റ് കളർ പേനയൊക്കെ വെച്ചിട്ട് ഇവരുടെ പേരും അവരുടെ എന്താണോ അവരുടെ ഡെസിഗ്നേഷൻ അതും ഇങ്ങനെ പഠിച്ച് വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ചോളാസ് പാഡി ടാക്സ്, അതായത് പുറവ് എന്ന് പറയുന്ന ടാക്സ് കളക്ട് ചെയ്യുമായിരുന്നു. നെല്ലിന്റെ ടാക്സ് ആണ്, നെല്ലിന്റെ കണക്കനുസരിച്ച് ഉള്ള ഒരു ടാക്സ് ആണ് അവർ വാങ്ങിക്കൊണ്ടിരുന്നത്. അവർക്കും ഈ പറഞ്ഞ പോലെ അവരുടെ കീഴിലും കുറച്ച് യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. അവരെ പടൈ മക്കൾ എന്നാണ് വിളിക്കുന്നത്. പടയെടുക്കുന്ന ആ ഒരു പടയ്ക്കായിട്ടുള്ള മക്കൾ എന്നൊക്കെ പറയുന്ന പോലെ പടൈ മക്കൾ എന്നുള്ള വാക്കുകൊണ്ടാണ് അവരെ ഡിനോട്ട് ചെയ്യുന്നത്. കരികാലൻ, പെരുന്നാർക്കിളി, കിളിവളവൻ, നാളൻ കിളി എന്നുള്ളവരൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോള റൂളേഴ്സ് ആയിട്ട് നമുക്ക് പഠിക്കാറുണ്ട്. പാണ്ഡ്യാസിലേക്ക് വരുമ്പോൾ പാണ്ഡ്യാസിന്റെ പ്രദേശം എന്ന് പറയുന്നത് ഒരു മിക്സ് ഇക്കോളജിക്കൽ റീജിയൻ ആണ്. ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള എന്താ പറയാ കടലുകളുണ്ട്, പാസ്റ്ററൽ ഏരിയാസ് ഉണ്ട്. അങ്ങനെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് പാണ്ഡ്യാസും അവരുടെ കേന്ദ്രം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പാണ്ഡ്യാസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അവർക്ക് ന്യൂമറസ് ആയിട്ട് റിസോഴ്സസ് ഉണ്ടായിരുന്നു. ഒരുപാട് വ്യത്യസ്തതകളുള്ള റിസോഴ്സസ്, ഒരുപാട് വ്യത്യസ്തതകളുള്ള വിഭവങ്ങളൊക്കെ ഉള്ള ഒരു ടെറിട്ടറിയിലായിരുന്നു അവര് ഭരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അവർക്കും ഒരുപാട് സബോർഡിനേറ്റ് റൂളേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ പേരുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നഗൻ ദ കിളവൻ ഓഫ് നലൈ, നമ്പി നെടുഞ്ചെലിയൻ എന്നിവരൊക്കെ പാണ്ഡ്യാസിന്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള വ്യക്തികളായിരുന്നു. അവർക്ക് മിലിറ്ററി ഒബ്ലിഗേഷൻസും ഉണ്ടായിരുന്നു. മിലിറ്ററി ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്നത് അതായത് പാണ്ഡ്യാസ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും, അതിന് പകരമായിട്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവർക്ക് യുദ്ധം ചെയ്യാനൊക്കെ പോകാനായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ അവര് ഒന്നിച്ചു ചേർന്ന് നിൽക്കണം എന്നുള്ള ഒരു ഒബ്ലിഗേഷൻസ്, അവരും കൂടെ നിൽക്കണം എന്നുള്ള ഒബ്ലിഗേഷൻസ് അവർക്കുണ്ടായിരുന്നു. പാണ്ഡ്യ റൂളേഴ്സ് അവരുടെ പ്രജകളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, അവരുടെ തണലിന് കീഴിൽ നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് പാണ്ഡ്യ റൂളേഴ്സ് അവരുടെ പ്രജകളെ കുറിച്ച് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഹൈറാർക്കി ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളതിന്റെയൊക്കെ ഒരു കുഞ്ഞു സൂചനകളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന കിങ്സിനെ പോലും വിറപ്പിക്കാൻ പറ്റുന്ന അത്തരം എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള ആർമിയൊക്കെ ഉണ്ടായിരുന്നു, സ്ട്രോങ് ആയിട്ടുള്ള റൂളേഴ്സ് ആയിരുന്നു എന്നെല്ലാം പാണ്ഡ്യാസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നാൽ അതും ഈ പറഞ്ഞ പോലെ ഒന്ന് പെരുപ്പിച്ച് കാണിക്കുന്നതാണെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാണ്ഡ്യ റൂളേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുതുകുടുമി പെരുവാളൂട്ടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളറാണ്. മാരൻ വാളൂട്ടി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളറാണ്. ഇവരുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസ് എല്ലാം പറഞ്ഞത് അവർക്കൊരു മൊണാർക്കിക്കൽ ആയിട്ടുള്ള ഒരു രാജവാഴ്ച, ഒരു കിങ്ഡം ഒക്കെ ആയിരുന്നു. അവർക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു മൊണാർക്കി ആയിരുന്നു, എന്താ പറയുക കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമായിരുന്നു എന്നൊക്കെയാണ് പണ്ട് കാലത്തെ ഓൾഡ് ജനറേഷൻ റൂളേഴ്സ്
ഓൾ ജനറേഷൻ ആയിട്ടുള്ള സ്കോളേഴ്സ് എല്ലാം പറഞ്ഞു വെക്കുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആണ് എൻ സുബ്രഹ്മണ്യന്റെ തിയറി എന്ന് പറയുന്നത്. എൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന സ്കോളർ അവരുടെ ഗവൺമെന്റിനെ കുറിച്ചും കേന്ദ്രത്തിലും മുനിസിപ്പൽ ലെവലിലും വില്ലേജ് ലെവലിലും ഒക്കെയുള്ള അവരുടെ ഭരണ സംവിധാനങ്ങളെ കുറിച്ചും അവരുടെ മിലിറ്ററിയെ കുറിച്ചും അവരുടെ ജസ്റ്റിസ് ലോ അവരുടെ നിയമവാഴ്ചയെ കുറിച്ചും അവരുടെ നീതിന്യായ വ്യവസ്ഥയെ കുറിച്ചും അവരുടെ സാമ്പത്തിക അവസ്ഥകളെ കുറിച്ചും എല്ലാം ഒരുപാട് എഴുതിയിട്ടുള്ള വ്യക്തിയാണ് എൻ സുബ്രഹ്മണ്യൻ. അപ്പൊ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് അവർക്ക് കൗൺസിൽസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. സഭ ഐമ്പേര് കുന്നു ആൻഡ് എൻ പെരയം എന്നുള്ള പേരിൽ അവർക്ക് കൗൺസിൽസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം അഡ്രസ് ചെയ്യുന്നുണ്ട്. ഈ കൗൺസിൽസിനെ കുറിച്ച് വരുമ്പോൾ ഈ കൗൺസിൽസിലെ അംഗങ്ങൾ ആരായിരുന്നു എന്നുള്ളതിന്റെ പേരിൽ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട് ഹിസ്റ്റോറിയൻസ് തമ്മിൽ. അതൊന്നും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എൻ പേരുകുഴു എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൗൺസിലാണ്. ഇതിലെ മെമ്പേഴ്സിനെ കുറിച്ച് വി കനകസഭ എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ പറയുന്നത് ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സും പ്രീസ്റ്റും ഫിസീഷ്യൻ ആസ്ട്രോളജേഴ്സ് ആർമി ചീഫ്സ് എൻവോയ്സ് മിനിസ്ട്രീസ് ആൻഡ് സ്പൈസ് ഒക്കെ അടങ്ങുന്ന ഒരു കൗൺസിലായിരുന്നു ഐമ്പേരുകുഴു എന്നാണ് വി കനകസഭ എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ സ്കോളർ പറയുന്നത്. എന്നാൽ പിന്നെയും എൻ സുബ്രഹ്മണ്യനിലേക്ക് വരുവാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഈ ഒരു സഭയിൽ ഉണ്ടായിരുന്നത് അക്കൗണ്ടന്റ്സ്, ക്ലർക്സ്, ട്രഷറി ഓഫീഷ്യൽസ്, ഗാർഡ്സ്, എൽഡേഴ്സ് ഓഫ് ദ സിറ്റി, ഇൻഫൻട്രി ചീഫ്സ് ആൻഡ് കവൽറി ചീഫ്സ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ നമ്മൾ ഈ ഒരു പഴയ കാലത്തെ ആ ഒരു ചിന്തയിൽ നിന്ന് മാറി പുതിയ കാലത്തെ ഹിസ്റ്റോറിയൻസിന്റെ കാഴ്ചപ്പാടുകളിലേക്ക് പോകുകയാണെങ്കിൽ പഴയ കാലത്തെ ഹിസ്റ്റോറിയൻസിന്റെ ആ ഒരു തിയറിയും അവരുടെ അനലൈസിസും എല്ലാം വളരെ എന്താ പറയുക സിമ്പിൾ ആയിട്ട് ഒരു പെട്ടെന്ന് ഒരു ഓവർ സിംപ്ലിഫൈഡ് ആയിട്ട് അവരുടെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നെല്ലാം വിട്ടു നിന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു പെട്ടെന്ന് നമ്മളുടെ മുന്നിലേക്ക് കാണുന്ന ഒരു ആശയത്തെ പെട്ടെന്ന് നമുക്ക് ഏറ്റവും പോസിബിൾ ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ആൻസർ കൊണ്ട് അവര് സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് അവര് അതിനെ വ്യാഖ്യാനിച്ചത് പോലെയാണ് ഏർലിയർ പിന്നീട് വന്നിട്ടുള്ള ലേറ്റർ ഹിസ്റ്റോറിയൻസ് അതിനെല്ലാം വ്യാഖ്യാനിക്കുന്നതും ക്രിട്ടിസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ അങ്ങനെ പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. പാർട്ട് 2 കൂടെ കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നിച്ച് ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം രണ്ടും തമ്മിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. എന്നാൽ ഇത് ഒന്നിച്ച് പഠിച്ചു പോകേണ്ട ഒന്നാണെന്നുള്ള കാര്യം എല്ലാവരും ഓർത്ത് വെക്കണം. അപ്പൊ താങ്ക് യു എവരിവൺ.